ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ല ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചെമ്മീനാണ്. അത് ഒരു മീഡിയം സൈസ് ചെമ്മീനായിരുന്നു. അപ്പോൾ ഈ ചെമ്മീൻ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്ത് അത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. അതൊരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ചെമ്മീനിൽ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇവിടുത്തെ വെളുത്തുള്ളി ഒരു 4 എടുത്താൽ മതി. നമ്മൾ ഇന്ത്യൻ വെളുത്തുള്ളിയൊക്കെ ആകുമ്പോൾ ഒരു കുട എടുക്കണം. ഒരു 4 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും എടുത്ത് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അത് മസാലയ്ക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചതാണേ. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെമ്മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫ്രൈയിങ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. എന്നിട്ട് നമ്മൾ ചെമ്മീനും അതിലേക്ക് നേരത്തെ മസാല തേച്ച് വെച്ച ചെമ്മീൻ അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട. ഞാൻ ഇവിടെ ചെമ്മീനൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട. നമ്മൾ ജസ്റ്റ് ആ ചെമ്മീനൊന്ന് അതിൻ്റെ ഒന്ന് കളറൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് മറിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതാണത്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ ചെമ്മീനൊന്ന് വറുത്തെടുക്കുക. അങ്ങനെ നമ്മൾ ചെമ്മീൻ ഒരു വിധം പകുതി ഒന്ന് ഫ്രൈ ആകുമ്പോൾ നമ്മളതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നീട് നമുക്ക് ചെമ്മീൻ മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. പിന്നെ നമ്മൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ഇവിടെ എനിക്ക് അവിടെ നാട്ടിലത്തെ പോലെയുള്ള കല്ലൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ട് ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ അതിലത്ര എക്സ്പീരിയൻസ്ഡ് ഒന്നുമല്ല, എന്നാലും ഞാനത് ചെയ്തു. പിന്നീട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഓയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ചെറിയുള്ളിയും സവോളയും നന്നായിട്ടൊന്ന് പാനിൽ കിടന്നൊന്ന് സോട്ട് ചെയ്ത് വരണ വരെ, അതായത് നമ്മളൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിനിങ്ങനെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സവോളയും ചെറിയുള്ളിയും ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ നമ്മളതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് വന്നു എന്ന് മനസ്സിലാവും. ഇനി ഇതിലോട്ട് നമ്മുടെ ചെറിയുള്ളിയും സവോളയും പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫൈനലായിട്ട് ഉപ്പിടുമ്പോഴും നമ്മൾ ആദ്യം ഉപ്പിട്ട കാര്യം ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ ആകെ ഉപ്പ് കൂടിപ്പോവും. ഇപ്പോൾ ഇവിടെ സവോളയും ചെറിയുള്ളിയും വഴറ്റി നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണം പോണ വരെ നമ്മളതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. ചെറിയ ഒരു ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഫ്ലെയിം ലോ ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു. ഞങ്ങൾക്കിവിടെ ഞങ്ങൾ എരിവ് അധികം കഴിക്കാറില്ല. അപ്പോൾ അത് കാരണം തന്നെയാണ് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 1/4 ടേബിൾ സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നമ്മുടെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അധികം എരിവ് കുറച്ചും കൂടി ഇടണം എന്നുള്ളവർക്ക് എരിവ് കൂട്ടിയിടാം. കാരണം ഞങ്ങളിവിടെ അധികം എരിവ് കഴിക്കാത്ത കാരണമാണ് ഞങ്ങൾ എരിവ് അധികം ഇടാത്തത്. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമ്മളതൊന്ന് വീണ്ടും സോട്ട് ചെയ്തെടുക്കുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം ഹൈ ആക്കി ഇട്ട് കൊടുക്കരുത്, പൊടികളൊക്കെ കരിഞ്ഞു പോവും. പിന്നീട് ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുറച്ച് നേരം വഴറ്റിയിട്ട് പിന്നെ അതൊന്ന് ഒരു മൂടി വെച്ചിട്ടൊന്ന് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. കാരണം തക്കാളി ഇത്തിരി വേവുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു കുറച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആ ലിഡ് തുറന്നിട്ട് നമുക്കൊരു ചെറുനാരങ്ങ പകുതിയാക്കിയത് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കതിൻ്റെ ഒരു പുളി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പും, കാരണം നമ്മൾ നേരത്തെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇപ്പോൾ വീണ്ടും അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു പിടി മല്ലിയില ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു നല്ലൊരു വാസന കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഈ ഒരു മസാലയോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ആ ഒരു ചെമ്മീൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ ഇതപ്പം നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും ഇനി എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റോളം നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പം നമ്മുടെ ചെമ്മീൻ ബിരിയാണിയിലേക്കുള്ള ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ബിരിയാണിയിലേക്കുള്ളത്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകശാല അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിലാണ്, നേരത്തെ കാണിച്ച കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആ കുക്കറിലേക്ക് ആവശ്യമുള്ള ആ ഒരു മെഷറിംഗ് കപ്പാണിത്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള അത്രയും അനുസരിച്ചിട്ട് അരി എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകുക. ഈ ഒരു അളവിലാണ് നമ്മൾ അരിയിലേക്ക് ആഡ് ചെയ്യുന്ന സ്പൈസസിൻ്റെ കണക്ക്. അപ്പോൾ നമുക്ക് അധികം സ്പൈസസ് ഒന്നും വേണ്ട, ഇത്ര അളവ് മതി. അപ്പോൾ ഈ ഒരു കുക്കറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എങ്ങനെ ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തുള്ളത്. അപ്പോൾ അതിലേക്ക് എനിക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ ഒരു മെഷറിംഗ് കപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്ത കാരണം കൊണ്ട് തന്നെ എനിക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വന്നു. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കഷ്ണം സവോള എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ കുറച്ച് ഒരു 5-6 കരയാമ്പൂവ്, പിന്നെ കുരുമുളക്, അതേപോലെ തന്നെ ഏലക്കായ ഒരു 5-6 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ അധികം സ്പൈസസ് ഇട്ട് കൊടുക്കണ്ട. അധികം സ്പൈസസ് ഇട്ട് കൊടുത്താൽ തന്നെ ഭയങ്കര ഒരു സ്മെല്ല് കൂടുതലാവും. പിന്നെ നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അത് വേഗം മട്ടും. പിന്നീട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് നെയ്യാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാനിവിടെ ഇടുന്നുള്ളൂ. കാരണം ഇവിടെ അധികം നെയ്യ് ഞങ്ങളധികം കഴിക്കാറില്ല. പിന്നെ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു അളവെന്ന് പറയുന്നത് നമ്മൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് നിൽക്കണം, എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഒന്ന് ജസ്റ്റ് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഇടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഞാൻ കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ടു. പിന്നീട് ഞാൻ അതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അരി വെന്ത് വരുമ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിരിയാണിയുടെ ഒരു കളറ് ഒരു യെല്ലോയിഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഉപ്പ് വീണ്ടും കുറവായിരുന്നു. അപ്പോൾ ഞാനത് ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുത്തു.
അപ്പോൾ ഈ ഒരു അരി നമുക്ക് ഇനി ഒരു കുക്കറിൻ്റെ ലിഡ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഹോളൊരു ടിഷ്യൂ വെച്ച് അടച്ചിട്ടുണ്ട്, കാരണം ആവിയൊന്നും പുറത്ത് പോകാതിരിക്കാൻ. പിന്നെ ഈ ഒരു കുക്കറിൽ നമുക്ക് 2 മോഡാണുള്ളത്, ഒന്ന് കുക്കും വാമും. അതിൽ നമ്മൾ ഇപ്പോൾ അരി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്ക് മോഡിലേക്കാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ കുക്കർ ഓണാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അരി ഒന്ന് ചെക്ക് ചെയ്തു, അപ്പോൾ അതൊന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ അങ്ങോട്ട് ഇട്ട് ഇളക്കരുത്, കാരണം അരി ഫുള്ള് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഒന്ന് നോക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ബിരിയാണി മസാല മിക്സ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചെമ്മീൻ മസാല ഒന്ന് ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്കാക്കി, എന്നിട്ട് അതൊന്ന് ജസ്റ്റ് നമ്മൾ അടിയിലൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ചധികം ചെമ്മീൻ ഉണ്ടായ കാരണം തന്നെ, അപ്പോൾ എനിക്ക് ആ ഒരു പാത്രം ഫുള്ളുണ്ടായിരുന്നു ചെമ്മീൻ. അപ്പോൾ ഞാൻ അതിനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മൾ അടിയിലോട്ട് ഉള്ള മസാലയൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് അതിലേക്ക് എടുത്തു. ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ ആ ഒരു പാത്രത്തിൽ എൻ്റെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ച ആ ഒരു റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ആ അരി നന്നായിട്ടൊന്ന് ഇതിൻ്റെ മേലേക്ക് ആ ചെമ്മീനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതൊന്ന് ഈവനായിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത് ഒരു 2-4 മല്ലിയിലയാണ്. അതൊന്നും ചെറിയ പീസായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ലിഡ് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാലഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു പകുതി ക്യാരറ്റ്, പിന്നെ ഒരു പകുതി സവോള, അതേപോലെ തന്നെ ഒരു 2-4 മല്ലിയില എടുത്തിട്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതിലത്തെ ആ ഒരു തൈരിൻ്റെ പുളിയൊക്കെ പിടിച്ചെടുക്കാൻ നല്ലതാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതിലോട്ട് നമ്മൾ കുറച്ച് ഫ്രഷ് യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു അര പോർഷൻ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഫുൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ള ബിരിയാണിയിലേക്കുള്ള ഒരു സാലഡ് ആയി കഴിഞ്ഞു. അങ്ങനെ ഉപ്പ് എല്ലാ ഭാഗങ്ങളിലും എത്താൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല മിക്സിങ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റൈത്ത നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നീട് നമ്മൾ അതിലോട്ട് ഒരു മല്ലിയില ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ ബിരിയാണിയിലേക്ക്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഇതായിരുന്നു നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നാരങ്ങ അച്ചാർ, അതേപോലെ മല്ലിയില ചമ്മന്തി, റൈത്ത, പിന്നെ അതേപോലെ ചെമ്മീൻ ബിരിയാണി, ഇതെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം.